യുദ്ധവേളകളിൽ പരിക്കേൽക്കുന്ന സൈനികരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുന്നതിനും പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി വിനിയോഗപ്പെടുത്തുന്നതിനുമായി AI അധിഷ്ഠിത ആളില്ലാ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പുതുപദ്ധതിക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. യുദ്ധഭൂമിയിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ നിർണായക മാറ്റം സൃഷ്ടിക്കാനൊരുങ്ങി ഇന്ത്യ. യുദ്ധരംഗത്ത് പരിക്കേൽക്കുന്ന സൈനികരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുന്നതിനായി ആളില്ലാ വിമാനങ്ങൾ അഥവാ ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ യുദ്ധമുഖത്തും മറ്റ് അത്യാഹിത സാഹചര്യങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി ഇന്ത്യ മുന്നേറുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി വലിയ ചുവടുവയ്പായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഡിഫൻസ് അക്വിസിഷൻ പ്രൊസീജിയർ 2020 പ്രകാരമുള്ള മേക്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ പദ്ധതിക്ക് ആവശ്യമായ ചെലവിന്റെ 70% കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ ശേഷിക്കുന്ന 30% ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളാണ് നിക്ഷേപിക്കുന്നത്. ഇതിലൂടെ പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആഭ്യന്തര സാങ്കേതിക വിദ്യാ വികസനത്തിനും വേഗത പകരാനാകുമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. റൺവേയുടെ സഹായമില്ലാതെ തന്നെ പറന്നുയരാനും ഇറങ്ങാനും കഴിയുന്ന റൺവേ ഇൻഡിപെൻഡന്റ് ഡ്രോണുകളാകും ഈ പദ്ധതിക്ക് കീഴിൽ വികസിപ്പിക്കുക. അത്യാഹിത സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമുള്ളവരുടെ സ്ഥാനം കണ്ടെത്താൻ എമർജൻസി ലൊക്കേറ്റർ ട്രാൻസ്മിറ്റർ അഥവാ ELT സംവിധാനം ഇത്തരം വിമാനങ്ങളിൽ ഉൾപ്പെടുത്തും. അതുവഴി അപകടത്തിൽപ്പെട്ട സൈനികരെയും വിമാന ജീവനക്കാരെയും കൃത്യമായി കണ്ടെത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനാകും. സാങ്കേതികമായി ഏറെ പുരോഗമന ശേഷിയുള്ള ഇത്തരം ഡ്രോണുകൾ 16,000 മുതൽ 20,000 അടി വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. ഏകദേശം 200 കിലോമീറ്റർ പരിധിയിൽ 45 മിനിറ്റ് വരെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനും ഇവയ്ക്കാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ സ്വയം നിയന്ത്രിത സംവിധാനങ്ങളാകും ഇവയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രഭാഗം. അതിനാൽ തന്നെ മനുഷ്യ ഇടപെടൽ പരമാവധി കുറച്ച് വേഗത്തിലും കൃത്യതയോടെയും പ്രവർത്തിക്കാൻ ഇത്തരം വിമാനങ്ങൾക്കാകും. ഏകദേശം 400 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ വിമാനത്തിന്റെ അടിസ്ഥാനം. ഒരേ സമയം 4 പേരെയും അല്ലെങ്കിൽ സ്ട്രെച്ചറുകളിലായുള്ള രോഗികളെയും സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാൻ ഇത്തരം വിമാനങ്ങൾ ഉപകരിക്കും. ഉപഗ്രഹ സഹായം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനാൽ തന്നെ യുദ്ധഭൂമിയിലും പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അനിവാര്യമായ ഘട്ടങ്ങളിലും ഈ ഡ്രോണുകൾ നിർണായക പങ്കുവഹിക്കും. രക്ഷാ ദൗത്യങ്ങൾക്ക് പുറമെ ഹെലികോപ്റ്ററുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഹിമാലയൻ മേഖലകളിലും മറ്റ് ദുർഘട പ്രദേശങ്ങളിലുമുള്ള സൈനികർക്കാവശ്യമായ സാമഗ്രികൾ എത്തിക്കാനും ഇത്തരം വിമാനങ്ങൾ പ്രയോജനപ്പെടുത്താനാകും. അതിനാൽ തന്നെ സൈനിക രംഗത്തെ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളിലും വലിയ മാറ്റമാണ് ഈ പദ്ധതി വഴി പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതിയ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വിദേശാശ്രിതത്വം കുറയ്ക്കുക എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളിൽ പകുതിയോളം ആഭ്യന്തരമായി നിർമ്മിച്ചതായിരിക്കുമെന്നാണ് സൂചന. തുടർന്നുള്ള ഘട്ടങ്ങളിൽ സ്വദേശീയ സാങ്കേതിക വിദ്യയുടെ വിഹിതം വർദ്ധിപ്പിച്ച് വിദേശ ആശ്രിതത്വം പരമാവധി കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയും സുരക്ഷയും ഒരുമിക്കുന്ന പുതിയ ഘട്ടത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കടക്കുന്നത് എന്നത് ഈ പദ്ധതിയിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ്. യുദ്ധഭൂമിയിലെ ഓരോ നിമിഷവും നിർണായകമാകുമ്പോൾ മനുഷ്യജീവൻ രക്ഷിക്കാൻ മനുഷ്യനില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഭാവിയിലെ യുദ്ധരീതികളെ തന്നെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.